ഹായ് ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസാണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസിന് പഴംപൊരി ലേൺസ് ബിൽഡിംഗ് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. പുതിയ വേൾഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആദ്യ മരം മുറിക്കുകയാണ്. മരം വെട്ടിയിട്ട് ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കുറച്ച് കല്ലെടുത്തിട്ട് ഡയറക്റ്റ് സ്റ്റോൺ ടൂൾസിലേക്ക് മാറാം. പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം. ഏതൊരു ഏർലി ഗെയിമും പോലെ തന്നെ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള ടൂൾസ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഏർലി ഗെയിമിൽ ഏറ്റവും ആവശ്യമുള്ള വേറൊരു കാര്യമായ ഫുഡും ബെഡും ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനുള്ള പണി തുടങ്ങണം. കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടത്ര വീറ്റ് നമുക്ക് എന്തായാലും നട്ടു വെച്ചേക്കാം. അതുകൊണ്ടൊരു ചെറിയ ഫാം ഏരിയ കൂടെ സെറ്റാക്കാണ്. നമ്മുടെ ഈ വേൾഡിൽ ഏറ്റവും ഫസ്റ്റ് ബിൽഡ് എന്ന് പറയുന്നത് നമുക്ക് മണ്ണിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രോപ്പർ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ജസ്റ്റ് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കുഴിച്ചിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ കുടിൽ സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ കൂടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ വെരി ഏർലി സ്റ്റാർട്ടർ ബേസ് റെഡിയായി കഴിഞ്ഞു. എന്തായാലും ഓപ്പണിങ് നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. കൈയുള്ള മീറ്റ് കുക്ക് ചെയ്യാനും കൂടെ വെക്കാം. നമുക്ക് നമ്മുടെ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ് ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡ് ആയിരിക്കേണ്ടതുകൊണ്ട് യെല്ലോ കളർ തന്നെയാണ് ആക്കുന്നത്. എഗ്സ് കളക്ട് ചെയ്യുന്നത് കുറച്ച് ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോഴിയെ പിടിച്ചു വെക്കാം. എനിവേസ് പിടിച്ച കോഴിയൊക്കെ ഒരു കുഴിയിലാക്കി കിടത്തിയിട്ടുണ്ട്. കയ്യിൽ ബിൽഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബ്ലോക്സോ ഓർസോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള ബേസിൽ നിന്ന് തന്നെ താഴോട്ടേക്ക് കുഴിച്ചു പോവുകയാണ്. വേൾഡിൽ ആദ്യത്തെ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടാം. കുഴപ്പമില്ലാത്ത എമൗണ്ട് അയൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ അയൺ ടൂൾസിലേക്ക് മാറാൻ പറ്റും. ആവശ്യത്തിലധികം കോപ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പർ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ആദ്യത്തെ ആർമർ സെറ്റ് ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് കയ്യിലുള്ള അയണൊക്കെ വെച്ചിട്ട് ആവശ്യമുള്ള ടൂൾസും ഉണ്ടാക്കിയെടുത്തേക്കാം. ഓക്കെ, കുറച്ച് റെഡ് സ്റ്റോൺ ഇടുന്നുണ്ട്. നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ഡയമണ്ടും നമ്മുടെ മുമ്പിൽ കിടക്കണം. കുറച്ച് ട്രാവൽ ചെയ്ത് വന്ന് അടുത്തൊരു വില്ലേജ് കണ്ടുപിടിച്ച്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലൂട്ടിങ് നമുക്ക് എന്തായാലും ചെയ്തേക്കാം. അയ്യോ, ഒന്നിനും കൊള്ളാത്തൊരു ചെസ്റ്റ് കൂടെ. ഹേബയിൽ എന്തായാലും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ ഈസിയാവും. ഇനിയിപ്പോൾ ഈ വില്ലേജർ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം. ഇവിടെ ബോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റാവോ? പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഇവനെ പിടിച്ച് കയറ്റണം. ഇതിൽ കേരള പൊട്ടിക്കട്ടെ. ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പറ്റി. എടാ കേരടാ. ഇവൻ എങ്ങോട്ടേക്കാടാ നടന്നു പോകുന്നത്? ഇനിയെങ്കിലും കേരടാ. നീ വെള്ളത്തിലാടാ, കേരടാ. പൊട്ടിക്കട്ടെ. ഇനി ഒന്നുകൂടെ പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ കയറും. കയറിയാൽ നല്ലത്. കയറി. ഓക്കെ, ഇനി നമുക്ക് ഇവനെ തിരിച്ച് നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ബേസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവനെ ഇങ്ങനെ വെക്കുന്ന സേഫ് അല്ല. അപ്പോൾ എന്തായാലും ഇതിന് ചുറ്റും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തേക്കാം. ആ വില്ലേജറിന് ശേഷം ഞാൻ വേറെ ഒരുത്തനെയും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. രണ്ടുപേരെയും വെച്ച് ഒരു അടിപൊളി ബ്രീഡർ ഉണ്ടാക്കിയെടുത്തു. ബട്ട് ഐ ബീയിങ് എ പ്രൊഫഷണൽ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും റെക്കോർഡ് ചെയ്തില്ല. യു ആർ വെൽക്കം. എനിവേസ്, ഇതാ ചെറിയൊരു സിനിമാറ്റിക് മോണ്ടേജ് ഓഫ് മീ എക്സ്പ്ലോറിംഗ് ദ വേൾഡ്.
എക്സ്പ്ലോർ ചെയ്തപ്പോൾ കണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത്രയൊക്കെയല്ലേ എന്നെ കൊണ്ട് പറ്റൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ട് എന്തായാലും നമ്മൾ നമ്മുടെ ഫോക്കസായ ബിൽഡിങ്ങിലേക്ക് ഡീപ്പായിട്ട് കയറും. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ബിൽഡ് ചെയ്തെടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൽ അറിയിക്കണം. കയ്യിൽ ആവശ്യത്തിലധികം സീഡ്സ് ഉള്ളതിനൊക്കെ ബോൺ മീലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഴിച്ച് വന്നപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് കുറച്ച് വലിയ സ്പേസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻസിൽ അറിയുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. ചെറിയൊരു എപ്പിസോഡാണ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ബിൽഡിംഗ് എന്തായാലും തുടങ്ങാം. അപ്പോൾ ബൈ.